നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മെയ് മാസത്തിൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കുന്നതിനും തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും നമ്മുടെ കയ്യിൽ എപ്പോഴും പണം വന്നു ചേരുവാനും ഈ ഒരു മാസത്തിൽ ചൊല്ലേണ്ട മണി മന്ത്രം ഏതാണെന്നും എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കുവാൻ ഈ ഒരു മാസത്തിൽ ധരിക്കേണ്ട ഭാഗ്യനിറം അല്ലെങ്കിൽ ലക്കി കളേഴ്സ് ഏതാണെന്നും ഈ ഒരു മാസത്തിൽ ഏതെല്ലാം ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചാലാണ് കൂടുതൽ ഫലം ലഭിക്കുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെയ് മാസത്തിൽ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുവാൻ ഏതെല്ലാം ഈശ്വരന്മാരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായി ഭൈരവനെയും കാളിയെയും ഈ ഒരു മാസത്തിൽ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കുവാനും ഇനി മോശം കാര്യങ്ങൾ നടക്കാതിരിക്കുവാനും ഭൈരവ ക്ഷേത്രത്തിലും കാളിക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, ഏത് കാര്യത്തിനിറങ്ങിയാലും അതിലെല്ലാം കാര്യ തടസ്സങ്ങൾ ഉള്ളവർ ഭൈരവനെയും കാളിയെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ഫാസ്റ്റായിട്ട് റിസൾട്ട് ലഭിക്കുന്നതാണ്. അടുത്തതായി പണം സംബന്ധമായ കാര്യങ്ങൾ മാറിക്കിട്ടുവാൻ ഈ ഒരു മാസത്തിൽ ദുർഗാദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം രാഹുകാലത്തിൽ ഒരു നല്ലെണ്ണ ദീപം കൊളുത്തി ഓം ദും ദുർഗായേ നമഃ എന്ന് 1008 തവണ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമാണ്. അടുത്തതായി കടബാധ്യതയ്ക്ക്, അതായത് ഉള്ള കടം തീർന്നു കിട്ടുവാനും പുതുതായി കടം വാങ്ങാതിരിക്കാനും കൊടുത്ത പണം തിരികെ കിട്ടുവാനും രോഗങ്ങൾ വരാതിരിക്കുവാൻ ശത്രുശല്യം ഉണ്ടാകാതിരിക്കുവാനും ശിവഭഗവാനെയും വിഷ്ണു ഭഗവാനെയും ഈ ഒരു മാസത്തിൽ ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും നാമങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലി ഈ ഒരു മാസത്തിൽ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൽ പാഴ്ചിലവ് ഉണ്ടാകാതിരിക്കുവാനും വളരെ പെട്ടെന്നുള്ള ധനനഷ്ടം ഒഴിവാക്കുവാനും ഹോസ്പിറ്റൽ കേസ് ഉണ്ടാകാതിരിക്കുവാനും കൂടാതെ അമിതമായ ചിലവ്, പെട്ടെന്ന് കുറച്ച് ധനനഷ്ടം, അതുമല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസ് അങ്ങനെയുള്ളവ സംഭവിക്കാതിരിക്കാനും കൂടാതെ കടങ്ങൾ തീരാനും ശത്രുദോഷം മാറിക്കിട്ടാനും ഈ മെയ് മാസത്തിൽ ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്നത് നല്ല ഫലങ്ങൾ നേടിത്തരുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു മാറ്റം, അതായത് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇങ്ങനെ ആരെങ്കിലും തെറ്റായ കാര്യം അല്ലെങ്കിൽ തെറ്റായ വാക്കു പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സ് വേദനിക്കും. ഇവരിങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ നടക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ, അതായത് ഇത് സൂപ്പറായി എന്നു പറയണമെങ്കിൽ ഈ മെയ് മാസത്തിൽ ചിത്രഗുപ്തൻ, ഗണപതി, ശിവഭഗവാൻ ഈ 3 പേരെയും വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചു നോക്കൂ. ഉറപ്പായും ഫസ്റ്റ് ക്ലാസ് റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി അപ്രതീക്ഷിതമായ തിരിച്ചടികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതുമാണ്. ഇനി മക്കൾ നന്നായിരിക്കാൻ, മക്കൾക്ക് നല്ലത് നടക്കാൻ, മക്കൾ എന്ന് പറയുമ്പോൾ 1 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടികൾ മാത്രമല്ല, 50 വയസ്സ് ആയാൽ പോലും പേരൻസിനവർ കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് മക്കൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകുവാനും വിവാഹം നടക്കുവാൻ തടസ്സങ്ങളുള്ള മക്കൾക്ക് വിവാഹം വളരെ പെട്ടെന്ന് നടക്കാനും ഇനി വിവാഹം നടന്ന മക്കളുടെ കുടുംബജീവിതത്തിൽ നല്ല ഒത്തൊരുമ ഉണ്ടാകുവാനും കൂടാതെ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുവാനും ഈ മെയ് മാസത്തിൽ സൂര്യഭഗവാനെയും മഹാലക്ഷ്മിയെയും വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി കടബാധ്യതകൾ തീരുന്നതിനും സാമ്പത്തിക നേട്ടത്തിനുമായി ഈ ഒരു മാസത്തിൽ ഉപയോഗിക്കേണ്ട ഹാൻഡ് സിമ്പൽ ഏതാണെന്ന് നോക്കാം. റെഡ്, ബ്ലൂവ്, ഗ്രീൻ ഇതിലേതെങ്കിലും ഒരു നിറത്തിലുള്ള പേന കൊണ്ട് ഈ സിമ്പൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇടതുവശത്ത് ഏതു ഭാഗത്ത് വേണമെങ്കിലും ഈ സിമ്പൽ എഴുതാവുന്നതാണ്. ഇടത് കൈയിലോ കാലിലോ R09P06 ഈ ഒരു സിമ്പൽ വിശ്വാസത്തോടു കൂടി എഴുതി നോക്കൂ.
100% അത്ഭുതകരമായ ഫലം നൽകുന്ന ഒരു സിമ്പലാണിത്. അടുത്തതായി ഓരോ രാശിക്കാരും ഈ മെയ് മാസത്തിൽ ഉപയോഗിക്കേണ്ട ഭാഗ്യനിറങ്ങൾ അല്ലെങ്കിൽ ലക്കി കളേഴ്സ് ഏതാണെന്ന് നോക്കാം. മേടം, കന്നി രാശിക്കാർ സിൽവർ, റോസ്, പിങ്ക്, ഓഫ് വൈറ്റ് ഇതിലേതെങ്കിലും നിറങ്ങൾ ധരിക്കാവുന്നതാണ്. ഇനി ഇടവം, ചിങ്ങം രാശിക്കാർ പച്ച നിറമാണ് ധരിക്കേണ്ടത്. പച്ച നിറത്തിലുള്ള എല്ലാ ഷെയ്ഡുകളും ഇവർക്ക് ധരിക്കാവുന്നതാണ്. മിഥുനം രാശിയിലുള്ളവർ പ്യുവർ വൈറ്റ് ആണ് ധരിക്കേണ്ടത്. ഇനി കർക്കിടകം രാശിക്കാർ ഓറഞ്ച് നിറമാണ് ധരിക്കേണ്ടത്. തുലാം, മീനം രാശിയിലുള്ളവർ ചുവപ്പ്, വയലറ്റ് ഇവയിലേതെങ്കിലും ധരിക്കാവുന്നതാണ്. വൃശ്ചികം, കുംഭം രാശിക്കാർ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. അവസാനമായി ധനു, മകരം രാശിക്കാർ നീല അതായത് ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇനി ഈ മെയ് മാസത്തിൽ ചൊല്ലേണ്ട പണമന്ത്രം അല്ലെങ്കിൽ അത്ഭുതകരമായ മണി മന്ത്ര ഏതാണെന്നാൽ മെയ് ബൂം റിച്ചസ് ബ്ലൂം, മെയ് ബൂം റിച്ചസ് ബ്ലൂം, മെയ് ബൂം റിച്ചസ് ബ്ലൂം. ഇത് ഒരു ദിവസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 3, 5, 9 അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ചൊല്ലാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി മെയ് മാസം തീരുന്നതുവരെ മുടങ്ങാതെ ഇത് ചൊല്ലിയാൽ ഫാസ്റ്റ് റിസൾട്ട് ഉണ്ടാകുന്നതാണ്. ഇതുകൂടാതെ ഈ മെയ് മാസത്തിൽ 12 രാശിക്കാരും ചൊല്ലേണ്ട സോഡിയാക് മന്ത്രം ഏതാണെന്ന് കൂടി നോക്കാം. മേടം ജോൾട്ട്, ഇടവം റൈഫൻ, മിഥുനം ഫ്ലിക്റ്റർ, കർക്കിടകം കോഡിൽ, ചിങ്ങം ബ്ലിസ്റ്റർ, കന്നി സിഫ്റ്റ്, തുലാം പോയിസ്, വൃശ്ചികം ഡ്രിൽ, ധനു ഗ്യാലോപ്പ്, മകരം മോൾഡ്, കുംഭം കോൺസെപ്റ്റുലൈസ്, മീനം സാച്ചുറേറ്റ്. ഓരോ രാശിക്കാരും പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ സോഡിയാക് മന്ത്രവും ഈ മെയ് മാസം മുഴുവനും ചൊല്ലി നോക്കൂ. വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ദിവസം മുഴുവൻ മനസ്സിൽ നിശബ്ദമായി വീഡിയോയിൽ പറഞ്ഞ മണി മന്ത്ര അല്ലെങ്കിൽ പണമന്ത്രം ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലുന്നതിന് പ്രത്യേകമായ നിയമങ്ങളോ ആചാരങ്ങളോ ഒന്നും തന്നെ പാലിക്കേണ്ടതില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇത് ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലുന്നതിലൂടെ പണം ആകർഷിക്കാനും അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് വിളിക്കുവാനും പ്രകടമാക്കാനും ഈ മന്ത്രം അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതാണ്. അടുത്തതായി 12 രാശിക്കാരും ഈ ഒരു മാസത്തിൽ ചൊല്ലേണ്ട സോഡിയാക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. ദിവസത്തിൽ 2 തവണ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ്. ഉണർന്നതിന് ശേഷമുള്ള 10 മിനിറ്റിൽ ഒരു തവണയും അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള 10 മിനിറ്റിൽ ഒരു തവണയും ഓരോ രാശിക്കാർക്കുമുള്ള സോഡിയാക് മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ രാശിയെ ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ സഹായിക്കുകയും ആന്തരിക സന്തുലിതാവസ്ഥയും ബാഹ്യ സ്ഥിരതയും കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഈ മെയ് മാസത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തു നോക്കൂ. ഉറപ്പായും ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.